ഒരു പ്രാവശ്യം പണം നിക്ഷേപിച്ച് ഓരോ മാസവും സ്ഥിരമായ വരുമാനം ലഭിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം 100% സുരക്ഷിതമായി സർക്കാർ ഗ്യാരണ്ടിയോടുകൂടി നിലനിൽക്കുന്ന ഒരു പദ്ധതി ഉണ്ടെന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിനെ കുറിച്ചാണ്. എന്താണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം? ഇതിലൂടെ എത്ര പലിശയാണ് ലഭിക്കുന്നത്? എങ്ങനെയാണ് പ്രതിമാസം ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? പരമാവധി എത്ര രൂപയാണ് നിക്ഷേപിക്കാൻ സാധിക്കുന്നത്? 5 വർഷത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം തന്നെ എന്താണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം എന്ന് മനസ്സിലാക്കാം. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം നമുക്ക് ഷോർട്ടായി പോമിസ് എന്ന് പറയാൻ സാധിക്കും. ഇത് സർക്കാർ പിന്തുണയോട് കൂടിയ ഒരു സേവിംഗ് പദ്ധതിയാണ്. ഈ ഒരു പദ്ധതിയിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഒരു തുക നിക്ഷേപിക്കുന്നു. പിന്നെ ആ ഒരു തുകയിൽ നിന്ന് നിങ്ങൾക്ക് പ്രതിമാസം ഒരു മന്ത്ലി ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും, അതും സർക്കാർ പിന്തുണയോട് കൂടി. സാധാരണ നിക്ഷേപ പദ്ധതികൾ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമ്മൾ എത്ര രൂപയാണോ നിക്ഷേപിക്കുന്നത് അത് കുറെ കാലങ്ങൾക്ക് ശേഷം നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല. നിങ്ങൾ ഒരു പണം നിക്ഷേപിക്കുമ്പോൾ ആ ഒരു നിക്ഷേപിച്ച തുകയിൽ നിന്ന് നിങ്ങൾക്ക് മന്ത്ലി ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ലഭിക്കുന്നു. അതായത് ഒരു ഇൻകം നിങ്ങൾക്ക് മന്ത്ലി ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഈ ഒരു പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് അത് തന്നെയാണ്. നമുക്ക് മാസം തോറും ഒരു വരുമാനം നേടാൻ സാധിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു പദ്ധതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ ഒരു തുക നിക്ഷേപിക്കുന്നു. ആ ഒരു തുകയിൽ നിന്ന് നിങ്ങൾക്ക് പ്രതിമാസം ഒരു പലിശ ഒരു തുകയായി ലഭിക്കുന്നു. ഇത് 5 വർഷം വരെ തുടരുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ എത്ര രൂപയാണ് നിക്ഷേപിച്ചത് ആ ഒരു തുക സുരക്ഷിതമായി അവിടെയുണ്ട്. ആ ഒരു തുകയിൽ നിന്നുള്ള പലിശ നിങ്ങൾക്ക് പ്രതിമാസ വരുമാനമായി നേടാനും സാധിക്കുന്നു. ഈ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം എല്ലാവരുടെയും ഒരു പ്രിയപ്പെട്ട പദ്ധതിയായി മാറിയത്. പ്രധാനമായും ഈ ഒരു പദ്ധതി ഉപയോഗിക്കുന്നത് സീനിയർ സിറ്റിസൺ ആയ ആളുകൾ, വിരമിച്ച സർക്കാർ ജീവനക്കാർ, വീട്ടമ്മമാർ, അതുപോലെ തന്നെ അപകട സാധ്യത കുറഞ്ഞ നിക്ഷേപങ്ങളിൽ നിക്ഷേപിക്കാൻ ആഗ്രഹമുള്ളവർ എന്നിവരൊക്കെയാണ് ഈ ഒരു പദ്ധതിയിൽ കൂടുതലായി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയുടെ പലിശ നിരക്കും അതുപോലെ തന്നെ മാസ വരുമാനമായി നമുക്ക് എത്ര രൂപയാണ് ലഭിക്കുന്നതെന്നും നോക്കാം. ഇപ്പോൾ നിലവിലുള്ള കണക്കുകൾ പ്രകാരം പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിലൂടെ നമുക്ക് ഏകദേശം 7.4% വാർഷിക പലിശ നേടാൻ സാധിക്കും. ഈ ഒരു പലിശ ഓരോ മാസവും നൽകുന്നതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഉദാഹരണത്തിലൂടെ വളരെ ലളിതമായി ഇത് എങ്ങനെയാണ് വർക്ക് ആകുന്നതെന്ന് പറഞ്ഞു തരാം. നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപയാണ് ഉള്ളതെന്ന് കരുതുക. ആ 1 ലക്ഷം രൂപ നിങ്ങൾ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 616 രൂപ പ്രതിമാസം ആ ഒരു ഇൻകമായി അല്ലെങ്കിൽ ആ ഒരു പലിശയായി നേടാൻ സാധിക്കും. ഇൻ കേസ് ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഈ ഒരു 5 ലക്ഷം രൂപ ഈ ഒരു പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ മാസവും നിങ്ങൾക്ക് 3083 രൂപ പലിശയായി നേടാൻ സാധിക്കും. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 9 ലക്ഷം രൂപയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ഈ ഒരു 9 ലക്ഷം രൂപ ഈ ഒരു പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഓരോ മാസവും പലിശയായി ലഭിക്കുന്നത് ഏകദേശം 5500 രൂപ വരെയായിരിക്കും. നിങ്ങൾ ഈ ഒരു പദ്ധതിയിൽ ജോയിന്റ് അക്കൗണ്ട് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഈ ഒരു പദ്ധതിയിൽ നിങ്ങൾ 15 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ മാസവും നിങ്ങൾക്ക് ഏകദേശം 9250 രൂപ വരെ നേടാൻ സാധിക്കും. ഈ മാസ വരുമാനം ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പല ചിലവുകളും നടത്താനും സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയുടെ നിക്ഷേപ പരിധി എത്രയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞതായി ഈ ഒരു പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് 1000 രൂപയാണ്. നിങ്ങളുടെ കയ്യിൽ 1000 രൂപയുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. പരമാവധി നിക്ഷേപം നോക്കുകയാണെങ്കിൽ നിങ്ങൾ സിംഗിൾ അക്കൗണ്ട് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിലൂടെ മാക്സിമം 9 ലക്ഷം രൂപ വരെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങൾ ജോയിന്റ് അക്കൗണ്ട് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം 15 ലക്ഷം രൂപ വരെ ഈ ഒരു പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ജോയിന്റ് അക്കൗണ്ട് ആണ് എടുക്കുന്നതെങ്കിൽ മാക്സിമം 3 പേർക്ക് ജോയിന്റ് ആയി ഈ ഒരു പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ 3 പേർ ഒരുമിച്ചാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഇവരുടെ വിഹിതം
ഓരോരുത്തരുടെയും വേർതിരിച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ജോയിന്റ് അക്കൗണ്ടായി നിങ്ങൾ 15 ലക്ഷം രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ 3 പേർ ചേർന്നാണ് ഈ ഒരു പദ്ധതിയിൽ നിക്ഷേപിക്കുന്നതെങ്കിൽ ഓരോരുത്തരുടെയും വിഹിതം 5 ലക്ഷം രൂപയായാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആർക്കൊക്കെയാണ് ഈ ഒരു പദ്ധതിയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതെന്ന് നോക്കാം. 18 വയസ്സിന് മുകളിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ജോയിന്റ് അക്കൗണ്ട് ആണ് എടുക്കുന്നതെങ്കിൽ അതിൽ 3 പേർക്കാണ് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്. മാതാപിതാക്കൾക്ക് കുട്ടികളുടെ പേരിലും ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് സ്വന്തം അക്കൗണ്ട് തുറക്കാനും സാധിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, NRI ആളുകൾക്ക് ഈ ഒരു പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് ഈ ഒരു പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയുടെ കാലാവധി എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു പദ്ധതിയുടെ കാലാവധി 5 വർഷമാണ്. ഈ ഒരു 5 വർഷം മുഴുവൻ നിങ്ങൾ എത്ര രൂപയാണോ നിക്ഷേപിച്ചത് ആ ഒരു തുകയ്ക്ക് അനുയോജ്യമായ പലിശ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഈ ഒരു 5 വർഷത്തിന് ശേഷം നിങ്ങൾ എത്ര രൂപയാണോ ഇൻവെസ്റ്റ് ചെയ്തത് ആ ഒരു പണം മുഴുവനായി നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുകയും ചെയ്യുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആദ്യത്തെ ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് നിങ്ങൾ നിക്ഷേപിച്ച മുഴുവൻ തുകയും പിൻവലിക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് അതേ പദ്ധതിയിൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ റീഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു പലിശ വീണ്ടും നേടാനും സാധിക്കും. ഈ ഒരു വീഡിയോ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് പലർക്കും തോന്നുന്ന മറ്റൊരു സംശയമാണ്, നേരത്തെ എന്റെ പണം പിൻവലിക്കാൻ സാധിക്കുമോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാകും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പദ്ധതിയിൽ പ്രീ മെച്യൂർ വിഡ്രോവൽ അനുവദിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പണം 5 വർഷത്തിന് മുമ്പ് നിങ്ങൾക്ക് ആവശ്യമായി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പണം പിൻവലിക്കാൻ സാധിക്കും. പക്ഷേ അതിൽ ചില നിയമങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പദ്ധതിയിൽ നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് പണം പിൻവലിക്കാൻ സാധിക്കില്ല. 1 മുതൽ 3 വർഷത്തിനുള്ളിലാണ് നിങ്ങൾ പണം പിൻവലിക്കുന്നതെങ്കിൽ നിങ്ങൾ 2% പെനാൾട്ടി നൽകേണ്ടതുണ്ട്. 3 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു പണം പിൻവലിക്കുന്നതെങ്കിൽ നിങ്ങൾ 1% പെനാൾട്ടി നൽകണം. അതുകൊണ്ട് നിങ്ങൾക്ക് 5 വർഷത്തിനുള്ളിൽ തന്നെ ഈ ഒരു പണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കില്ല. 5 വർഷം വരെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പലിശയും ആ ഒരു പണം മുഴുവനായും തിരിച്ചു നേടാൻ സാധിക്കും. ഇനി നിങ്ങൾ ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടതെന്ന് നോക്കാം. ആധാർ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അഡ്രസ് പ്രൂഫ്, ഏജ് പ്രൂഫ്, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് സേവിംഗ് അക്കൗണ്ട് പാസ്ബുക്ക് എന്നിവയൊക്കെ നിങ്ങൾക്ക് ആവശ്യമായി വരുന്നു. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് പോസ്റ്റ് ഓഫീസ് സേവിംഗ് അക്കൗണ്ട് തുറക്കുക. കാരണം നിങ്ങൾ ഈ ഒരു പണം നിക്ഷേപിക്കുമ്പോൾ ആ ഒരു പ്രതിമാസം ആ ഒരു പലിശ നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ടിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ പോസ്റ്റ് ഓഫീസ് സേവിംഗ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് പോവുക. അവിടെ നിന്ന് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിന്റെ ആ ഒരു ഫോം വാങ്ങി അത് കൃത്യമായി ഫിൽ ചെയ്യുക. അതിനുശേഷം KYC ഡോക്യുമെന്റ് സമർപ്പിക്കുക. അതിനുശേഷം നിങ്ങൾ എത്ര രൂപയാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു തുക നിക്ഷേപിക്കുക. അതിനുശേഷം നിങ്ങൾ നോമിനിയായി ആരെയാണോ വെക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഡീറ്റെയിൽസും നൽകുക. നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു പദ്ധതിയിൽ നിങ്ങളുടെ പണം ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം 1 മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു തുകയുടെ നിങ്ങൾ നിക്ഷേപിച്ച തുകയുടെ ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായി വന്നു തുടങ്ങുന്നു. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ നികുതി നിയമങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. നിങ്ങൾ പലർക്കും ഉണ്ടായ മറ്റൊരു സംശയമാണ് ഈ ഒരു പദ്ധതിയിൽ നമുക്ക് ലഭിക്കുന്ന തുക ടാക്സ് ഫ്രീ ആണോ അല്ലയോ എന്നത്. അതിന് ഉത്തരം അല്ല എന്നാണ്. ഈ ഒരു പദ്ധതിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ച് ടാക്സബിൾ ആണ്. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. TDS ഓട്ടോമാറ്റിക്കലി ഡിഡക്ട് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഈ ഒരു വരുമാനം ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സർക്കാർ ഗ്യാരണ്ടി ആണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ഗുണമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. ഇത് സർക്കാർ പിന്തുണയോടുകൂടിയുള്ള ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് നമുക്ക് സേഫ് ആയി ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. രണ്ടാമത്തെ ഗുണമാണ് മാസ വരുമാനം. നമ്മൾ എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഓരോ മാസവും നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു. അത് നമുക്ക് മറ്റൊരു ബെനിഫിറ്റ് ആയി എടുത്തു പറയാൻ സാധിക്കുന്നു. മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ് ആണ് അപകട സാധ്യത കുറവാണ്. സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ള അപകട സാധ്യത ഒന്നും തന്നെ ഇവിടെ ഇല്ല. നമുക്ക് സേഫ് ആയി നമ്മളുടെ പണം ഇവിടെ നിക്ഷേപിക്കാം. അതുപോലെ തന്നെ സേഫ് ആയ റിട്ടേണും നമുക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് ലഭിക്കും. ഇന്ത്യയിലെ മിക്ക പോസ്റ്റ് ഓഫീസുകളിൽ നിന്നും ഈ ഒരു സ്കീമിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നമുക്ക് അത് നേടിയെടുക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ആരംഭിച്ചത്. ആ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം എന്താണ്, ആർക്കൊക്കെയാണ്
അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്, എന്തൊക്കെ ബെനിഫിറ്റ് ആണ് നേടാൻ സാധിക്കുന്നത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. നമുക്ക് അതൊക്കെ ക്ലിയർ ചെയ്യാം. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോസും ചെയ്യാം. ഞാൻ പല കമന്റ്സും കണ്ടു. അതിനെക്കുറിച്ചുള്ള വീഡിയോസ് നമുക്ക് വരും ദിവസങ്ങളിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. Bosswala. Be the boss.